First question നോക്കാം. Alkali metals and their salt give characteristic color to the non-luminous flame. Why? അതായത് നമുക്ക് ആൽക്കലി മെറ്റൽസ് അതല്ലെങ്കിൽ അതിൻ്റെ സോൾട്ട്, ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സോഡിയം ആൽക്കലി മെറ്റലാണ്, പൊട്ടാസ്യം ആൽക്കലി മെറ്റലാണ്. അപ്പോൾ സോഡിയം അതേപോലെ തന്നെ പൊട്ടാസ്യം ഇത് നമുക്കറിയാം ഡിഫറെൻ്റ് കളറ് നൽകുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ സോൾട്ട് ഡിഫറെൻ്റ് കളർ നൽകുന്നു വെൻ ബേൺസ്. നമുക്ക് ഫ്ലെയിമിൽ നോൺ ലൂമിനസ് ഫ്ലെയിമിൽ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ അത് ഡിഫറെൻ്റ് കളർ നൽകുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ നോക്കാം. ദിസ് ഈസ് ബിക്കോസ് ദ ഹീറ്റ് ഫ്രം ദ ഫ്ലെയിം എക്സൈറ്റ് ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽ ഇലക്ട്രോൺ ടു എ ഹയർ എനർജി ലെവൽ. അതായത് നമ്മൾ ഫ്ലെയിമിലെ ഹീറ്റ് എനർജി ദാറ്റ് എക്സൈറ്റ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ, അതായത് സോഡിയം മെറ്റൽ അതല്ലെങ്കിൽ പൊട്ടാസ്യം മെറ്റൽ ആൽക്കലി മെറ്റൽസിലെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ കൊടുക്കുന്ന ഫ്ലെയിമിന് എക്സൈറ്റ് ചെയ്യാൻ കഴിയും, അതായത് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു ഇലക്ട്രോൺ. വെൻ ദിസ് ഇലക്ട്രോൺ കംസ് ബാക്ക് ടു ദ ഗ്രൗണ്ട് ലെവൽ ദേ എമിറ്റ് റേഡിയേഷൻ ഇൻ ദ വിസിബിൾ റീജിയൻ. അപ്പോൾ ഈ എക്സൈറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺ തിരിച്ച് ഹയർ ലെവലിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാം എനർജി എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ എമിറ്റ് ചെയ്യപ്പെടുന്ന എനർജി എന്താണ്? വിസിബിൾ റീജിയനിൽ നമുക്ക് കാണാൻ കഴിയുന്ന കളറ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് എയർ? അതായത് ആൽക്കലി മെറ്റൽസ് എയറുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അതായത് നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് എന്ന് പറയുമ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് എയർ ടു ഫോം ഓക്സൈഡ്സ്, പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്. ഓക്സൈഡ്സ്, പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. ഇത് നമ്മൾ ഓർമ്മിക്കേണ്ടത് ലിഥിയം ഫോംസ് ഓൺലി മോണോക്സൈഡ്, അതായത് ലിഥിയം മോണോക്സൈഡ് മാത്രമാണ് ഫോം ചെയ്യുന്നത്, ലിഥിയം മോണോക്സൈഡ് മാത്രം. സോഡിയം ഫോംസ് മോണോക്സൈഡ് ആൻഡ് പെറോക്സൈഡ്, മോണോക്സൈഡും പെറോക്സൈഡും ഫോം ചെയ്യുന്നത് സോഡിയം. അതേപോലെ മറ്റുള്ള ആൽക്കലി മെറ്റൽസ് മോണോക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡും ഫോം ചെയ്യുന്നു. അപ്പോൾ ഓർമ്മിക്കേണ്ടത് ലിഥിയം ഓൺലി മോണോക്സൈഡ്, സോഡിയം ഫോംസ് മോണോക്സൈഡ് ആൻഡ് പെറോക്സൈഡ്. ഓൾ അതർ ആൽക്കലി മെറ്റൽ ഫോംസ് എന്താണ്? 3 other oxides, മോണോക്സൈഡ്, പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൊല്യൂഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ആർ ബ്ലൂ ഇൻ കളർ. വൈ? അതായത് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ, നമുക്കറിയാം സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ അല്ലെങ്കിൽ പൊട്ടാസ്യം ഇൻ ലിക്വിഡ് അമോണിയ നമ്മൾ കാണുന്നത് ദാറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ. എന്തുകൊണ്ടാണ് ബ്ലൂ കളർ ആകാനുള്ള കാരണം? അതായത് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ നമ്മൾ പല റിയാക്ഷനിലും കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ബ്ലൂ ഇൻ കളർ ആയിട്ട് കാണുന്നത്? ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ദ ആൽക്കലി മെറ്റൽസ് ഡിസോൾവ് ഇൻ ലിക്വിഡ് അമോണിയ to give deep blue solution. The blue color of the solution is due to the formation of ammoniated electron. അപ്പോൾ നമുക്ക് ഓർമ്മിക്കാനുള്ളത് അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ലിക്വിഡ് അമോണിയ ബ്ലൂ കളറായിട്ട് കാണാൻ കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇലക്ട്രോൺ, അതായത് അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗിവ് എനി 2 അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. ഇത് നമുക്ക് സാധാരണഗതിയിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിഥിയം ഗ്രൂപ്പിലുള്ള മറ്റുള്ള എലമെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയം ഷോസ് എ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി. അതായത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം എന്തുകൊണ്ടാണ് മറ്റുള്ള എലമെൻസുമായിട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നു, അനോമലസ് ബിഹേവിയർ കാണിക്കുന്നു. അതായത് അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ലിഥിയം ഈസ് ദ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റലാണ്. ഇത് ഈ ഗ്രൂപ്പിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് ലിഥിയം, ബട്ട് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ് എമംഗ് ഓൾ ദി ആൽക്കലി മെറ്റൽസ്. മറ്റുള്ള ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ് ലിഥിയം എന്ന് പറയുന്നത്. അതൊരു അനോമലസ് ബിഹേവിയർ ആണ്. അതേപോലെ തന്നെ ലിഥിയം ഓൺലി ഫോംസ് മോണോക്സൈഡ്. മറ്റുള്ള ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോണോക്സൈഡ് മാത്രമാണ് ലിഥിയം ഫോം ചെയ്യുന്നത്. അതും ഒരു അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം ആണ്. അപ്പോൾ 2 അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം നമുക്ക് അറിയാം.
Next question, what is meant by diagonal relationship? Give any two similarity in properties shown by lithium and magnesium. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അതേപോലെ ടു സിമിലാരിറ്റി ബിറ്റ്വീൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഷോൺ ബൈ ദ ലിഥിയം ആൻഡ് മെഗ്നീഷ്യം. ഇപ്പോൾ എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടി ഷോൺ ബൈ ഡയഗണലി പ്ലേസ്ഡ് എലമെൻറ്റ്സ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ ദാറ്റ് ഈസ് കോൾഡ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അതായത് സെക്കൻഡ് തേർഡ് പീരീഡിൽ ഡയഗണലുള്ള എലമെൻറ്റ്സ് ആണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിഥിയവും അതേപോലെ തന്നെ മെഗ്നീഷ്യവും ഡയഗണലി എന്താണ് നമുക്ക് കാണാൻ കഴിയും. ലിഥിയം മെഗ്നീഷ്യം പ്ലേസ് ചെയ്തത് ഡയഗണലായിട്ടാണ്. അപ്പോൾ ഈ എലമെൻറ്റ്സ് തമ്മിൽ സെക്കൻഡ് തേർഡ് പീരീഡ്സിലുള്ള ഈ എലമെൻറ്റ്സുകൾ തമ്മിൽ ഡയഗണലി റിലേഷൻസ് ഉണ്ട്. അതായത് സിമിലാരിറ്റി ഉണ്ട്, പ്രോപ്പർട്ടീസിൽ സാമ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് പറയുന്നത് ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിൽ നമുക്ക് ലിഥിയവും മെഗ്നീഷ്യവും ഡയഗണൽ എലമെൻറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് റിയാക്ട് സ്ലോലി വിത്ത് വാട്ടർ. ലിഥിയവും മെഗ്നീഷ്യവും റിയാക്ട് ചെയ്യുന്നത് വാട്ടറുമായിട്ട് സ്ലോലിയാണ് റിയാക്ട് ചെയ്യുന്നത്. അതേപോലെ ലിഥിയം നമുക്കറിയാം മോണോക്സൈഡ് മാത്രമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദേ ഡു നോട്ട് ഫോം സൂപ്പർ ഓക്സൈഡ്. ലിഥിയം മെഗ്നീഷ്യം സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് യൂസ്ഡ് ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ്. അതായത് നമ്മൾ ഇൻഡസ്ട്രിയലി എങ്ങനെയാണ് സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ നെയിം എന്താണെന്നുള്ളതാണ്. സോഡിയം കാർബണേറ്റ് ഈസ് മാനുഫാക്ചേർഡ് ബൈ സോൾവേ പ്രോസസ്. ഇത് നമുക്ക് വൺ വേർഡിനും ഈ ക്വസ്റ്റ്യൻ കാണാം. സോൾവേ പ്രോസസ്സാണ്. സോൾവേ പ്രോസസ്സ് അതായത് അമോണിയ സോഡ പ്രോസസ്സ് എന്ന് കൂടെ പറയാം. ഇൻ ദിസ് പ്രോസസ് ഇതിൽ നമ്മൾ CO2 ഈസ് പാസ്ഡ് ത്രൂ എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് NaCl സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ. അതായത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് NaCl ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ അടങ്ങിയിട്ടുള്ള NaCl സൊല്യൂഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അമോണിയം കാർബണേറ്റ് ആണ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത്. ഇക്വേഷനിൽ നമുക്ക് കാണാൻ കഴിയും അമോണിയ അടങ്ങിയിട്ടുള്ള സൊല്യൂഷനിലൂടെ നമുക്ക് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലൂടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അമോണിയം കാർബണേറ്റ് ആണ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ഫോം ചെയ്യുന്ന അമോണിയം കാർബണേറ്റിന് ദെൻ കൺവേർട്ടഡ് ടു അമോണിയം ബൈകാർബണേറ്റ്. അതായത് NH4HCO3 ആണ് അമോണിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമോണിയം ബൈകാർബണേറ്റിനെ നമ്മൾ ഫൈനലി ദാറ്റ് ഈസ് റിയാക്ട് വിത്ത് സോഡിയം ക്ലോറൈഡ് ടു ഫോം സോഡിയം ബൈകാർബണേറ്റ്. അതായത് അമോണിയം ബൈകാർബണേറ്റ് റിയാക്ട് വിത്ത് സോഡിയം ക്ലോറൈഡ് ടു ഫോം സോഡിയം ബൈകാർബണേറ്റ്. ഈ സോഡിയം ബൈകാർബണേറ്റ് അതായത് NaHCO3 ആണ്. സോഡിയം ബൈകാർബണേറ്റ് ക്രിസ്റ്റൽസ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഹീറ്റഡ് ടു ഗെറ്റ് സോഡിയം കാർബണേറ്റ്. ഇതിന് നമുക്ക് സോഡിയം ബൈകാർബണേറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ലഭിക്കും. ഇവിടെ നമ്മൾ ഇക്വേഷൻ ശ്രദ്ധിക്കണം. സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ്. Na2CO3 ആണ് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് എനി ടു യൂസസ് ഓഫ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റിൻ്റെ യൂസാണ് പറയേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ സോഫ്റ്റനിങ്, ലോണ്ടറിങ് ആൻഡ് ക്ലീനിങ്. നമ്മൾ പഠിച്ചതാണ്. സോഡിയം കാർബണേറ്റ് വാട്ടർ സോഫ്റ്റനിങ് എന്താണ് നമ്മൾ ഓൾറെഡി ഹൈഡ്രജനിൽ നമ്മൾ പഠിച്ചതാണ്. അതേപോലെ ലോണ്ടറിങ് പർപ്പസിന് ക്ലീനിങ് പർപ്പസിന് നമ്മൾ സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കുന്നു. അതായത് അലക്കുകാരമാണ് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ലബോറട്ടറി റിയേജൻറ്റ്. അതേപോലെ ലബോറട്ടറിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റ് സോഡിയം കാർബണേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ യൂസസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. NaOH യൂസ് ചെയ്യുന്നത് ഇൻ പെട്രോളിയം റിഫൈനിങ്ങിൽ ഉപയോഗിക്കുന്നു. അതേപോലെ പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ്. നമുക്കറിയാം ഓറാണ്, അലൂമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്. അതിൻ്റെ പ്യൂരിഫിക്കേഷൻ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. അതേപോലെ ലബോറട്ടറി റിയേജൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ യൂസ് കോമൺ ആയിട്ട് ലബോറട്ടറി റിയേജൻറ്റ് എന്ന് പറയാൻ കഴിയും.
അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ദ സ്ട്രക്ചർ ഓഫ് ബെറിലിയം ക്ലോറൈഡ്. BeCl2യുടെ സ്ട്രക്ചർ എന്താണ്? ഇറ്റ് ഹാസ് എ ചെയിൻ സ്ട്രക്ചർ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. It has the chain structure. Next question, give any two similarity in properties, that is diagonal relationship shown by beryllium and aluminium. നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് പഠിച്ചതാണ്. അതായത് സെക്കൻഡ് തേർഡ് പീരീഡുള്ള എലമെൻറ്റ്സ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നു. അപ്പോൾ എന്താണ് ടു സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടിയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് ഇവിടെ പറയേണ്ടത് ബിറ്റ്വീൻ ബെറിലിയം ആൻഡ് അലൂമിനിയം. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസറിലേക്ക് നോക്കിയാൽ, ലൈക്ക് അലൂമിനിയം ആൻഡ് ബെറിലിയം ഈസ് നോട്ട് റെഡിലി അറ്റാക്ക്ഡ് ബൈ ആസിഡ്. അലൂമിനിയം ബെറിലിയം നോട്ട് റെഡിലി അറ്റാക്ക്ഡ് ബൈ ആസിഡ്. ആസിഡുമായിട്ട് റെഡിലി അറ്റാക്ക് ചെയ്യുന്നില്ല. ദ ക്ലോറൈഡ് ഓഫ് ബോത്ത് ഓഫ് ദ എലമെൻറ്റ്സ് ഹാവ് ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ ഇൻ വേപ്പർ ഫേസ്. നമ്മൾ പഠിച്ചതാണ് ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ ഓഫ് BeCl2. നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ കണ്ടതാണ്. അതേപോലെ തന്നെ അലൂമിനിയം ക്ലോറൈഡ് AlCl3യുടെ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടി കാണിക്കുന്നു. ഒന്നെന്താണ് ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ ഓഫ് അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് അതേപോലെ തന്നെ BeCl2. അതേപോലെ തന്നെ അലൂമിനിയം ബെറിലിയം ഈസ് നോട്ട് റെഡിലി അറ്റാക്ക്ഡ് ബൈ ദ ആസിഡ് റെഡിലി അറ്റാക്ക്, അതായത് റിയാക്ഷൻ റെഡിലി അറ്റാക്ക് നടക്കുന്നില്ല അതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ക്വിക്ക് ലൈം ആൻഡ് സ്ലാക്കഡ് ലൈം? ഗിവ് ദെയർ യൂസസ്. ഇതും സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്. സ്ലാക്കഡ് ലൈം എന്താണ്, ക്വിക്ക് ലൈം എന്താണ്, അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡാണ്. ക്വിക്ക് ലൈം. സ്ലാക്കഡ് ലൈം ആണെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. സ്ലാക്കഡ് ലൈം ആണെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, ക്വിക്ക് ലൈം. അതേപോലെ നമ്മൾ ഇതിൻ്റെ യൂസസ് ആണ്. ക്വിക്ക് ലൈം ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് Na2CO3, അതായത് സോഡിയം കാർബണേറ്റ് നമ്മൾ ഫ്രം കോസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ക്വിക്ക് ലൈം അതായത് CaO ഉപയോഗിക്കുന്നു. അതേപോലെ ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗറിൻ്റെ പ്യൂരിഫിക്കേഷന് നമ്മൾ കാൽസ്യം ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. അതേപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് സ്ലാക്കഡ് ലൈമിൻ്റെ യൂസ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിംഗ്. നമുക്കറിയാം വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് നമുക്കറിയാം. അതേപോലെ ഇൻ ഗ്ലാസ് മേക്കിംഗ്, അതുപോലെ ടാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ആനിമൽ സ്കിന്ന് നമ്മൾ ലെതറായി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലും നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് സ്ലാക്കഡ് ലൈം ഉപയോഗിക്കുന്നു. അതേപോലെ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ അതേപോലെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗറിൽ നമ്മൾ ഉപയോഗിക്കുന്നു. വാട്ട് ഹാപ്പൻസ് വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടറിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ലൈം വാട്ടർ എന്താണ്, കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. വൈറ്റ് വാഷ് ചെയ്യാൻ നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ വാൾസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു. അപ്പോൾ നമുക്കറിയാം കാൽസ്യം കാർബണേറ്റായി മാറുന്നു. അതുകൊണ്ടാണ് വാൾസിന് തിളക്കം കിട്ടുന്നത്. അപ്പോൾ ഇനി അതേപോലെ ഓൺ പാസിങ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടിന്യൂസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ, അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ സൊല്യൂഷൻ ബിക്കം ക്ലിയർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സോലുബിൾ കാൽസ്യം ബൈകാർബണേറ്റ്. അതായത് സോലുബിളായിട്ടുള്ള കാൽസ്യം ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്നത് കൊണ്ട് ഇത് ക്ലിയറായി മാറുന്നു. അതായത് നേരത്തെ മിൽക്കി അപ്പിയറൻസ് ഉള്ളത് ക്ലിയർ സൊല്യൂഷനായി മാറുന്നു ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം ബൈകാർബണേറ്റ് ആണ്. ഈ ഇക്വേഷൻ കൂടെ നമ്മൾ ഓർമ്മിച്ചാൽ വളരെ എളുപ്പമാണ്. കാരണം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫസ്റ്റിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റ് CaCO3 ഉണ്ടാകുന്നു. പിന്നീട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് കാൽസ്യം ബൈകാർബണേറ്റ് CHCO3 ട്വൈസ് ഉണ്ടാകുന്നു. CHCO3 ട്വൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഒന്നാമത്തെ റിയാക്ഷൻ കാൽസ്യം കാർബണേറ്റ് വിച്ച് ഗിവ്സ് ഹീറ്റ് ചെയ്യുന്നതാണ് 1200 കെൽവിൻ, 1200 കെൽവിൻ. ഇത് ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് കാൽസ്യം കാർബണേറ്റ് റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ്, വാട്ട് വിൽ ഹാപ്പൻ? അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് കാൽസ്യം കാർബണേറ്റ് 1200 കെൽവിനിൽ ഹീറ്റ് ചെയ്താൽ നമുക്കറിയാം വിച്ച് അണ്ടർഗോ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു.
CaCO3യിൽ നിന്ന് CaO+CO2 ആയി മാറുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡും കാൽസ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റ് റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് ലഭിക്കുക കാൽസ്യം സൾഫേറ്റ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടിലും കോമൺ ആയിട്ട് റിമൂവ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് നോക്കിയിട്ട് വാട്ടർ പ്ലസ് എന്താണ് കാൽസ്യം സൾഫേറ്റ് ആണ് സെക്കൻഡ് കേസിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളതാണ് വാട്ട് ഈസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഗിവ് ഇറ്റ്സ് പ്രിപ്പറേഷൻ ആൻഡ് യൂസസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണ്? ഇറ്റ് ഈസ് ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ് ആണ്. ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ജിപ്സം ആണ്. അതായത് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ വെൻ ജിപ്സം, അതായത് CSO4.2H2O. CSO4 ആണ് ജിപ്സം. അത് നമ്മൾ 393 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ്. അതായത് നമുക്കിവിടെ കാണാം ഇക്വേഷൻ 2 moles of calcium sulfate 2H2O which gives 2 CSO4.H2O. അപ്പോൾ CSO4.H2O ആണ് നമ്മൾ പറയുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതാണ് ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ യൂസാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ബിൽഡിംഗ് ഇൻഡസ്ട്രി, ഇൻ ഹോസ്പിറ്റൽ ഫോർ സെറ്റിംഗ് ഫ്രാക്ചർ ഓഫ് ബോൺസ് ആൻഡ് ഫോർ മേക്കിംഗ് സ്റ്റാച്യു പ്രതിമ നിർമ്മാണം. അതേപോലെ നമ്മൾ ഹോസ്പിറ്റൽസിൽ ബോൺ ഫ്രാക്ചറിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ. ഡെഡ് ബേൺ പ്ലാസ്റ്റർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? വെൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതല്ലെങ്കിൽ ജിപ്സം ദറ്റ് ഈസ് ഹീറ്റഡ് above 393 Kelvin, it becomes anhydrous calcium sulfate. This is known as dead burned plaster. Dead burn plaster എന്നറിയപ്പെടുന്നു. അപ്പോൾ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ, അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതല്ലെങ്കിൽ ജിപ്സത്തെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് above 393 Kelvin ആണെങ്കിൽ ദാറ്റ് ബിക്കംസ് എൻഹൈഡ്രസ് ആയി മാറുന്നു, വാട്ടർ ഇല്ലാത്തതായി മാറുന്നു. സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് ബിക്കം കാൽസ്യം സൾഫേറ്റ്. ഇതിനാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് യൂസ്ഡ് ഫോർ മോൾഡിംഗ് സ്റ്റാച്യൂസ്. വൈ? എന്തുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നത്? സ്റ്റാച്യു മോൾഡ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇറ്റ് ഫോംസ് എ പ്ലാസ്റ്റിക് മാസ്, അതായത് പ്ലാസ്റ്റിക് പോലുള്ള ഒരു സബ്സ്റ്റൻസായി മാറുന്നു. ഇറ്റ് ഗെറ്റ്സ് ഹാർഡ് സോളിഡ് ഇൻ 5 to 15 minutes. അതായത് ഒരു 5 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇതൊരു ഹാർഡ് മാസായി മാറുന്നു, കട്ടിയുള്ള പദാർത്ഥമായി മാറുകയാണ് ചെയ്യുക പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതുപോലെ തന്നെ ഡ്യൂറിങ് ദിസ് പ്രോസസ്സ്, അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പറയാം ഇതിൻ്റെ വോളിയം കൂടുന്നു. വോളിയം കൂടുമ്പോൾ നമുക്കറിയാം നമ്മൾ ബോൺ ഫ്രാക്ചറിലൊക്കെ നമുക്ക് പ്ലാസ്റ്റർ ഇടുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാച്യൂസ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് സ്റ്റാച്യു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ മേജർ റോൾസ് ഓഫ് ദീസ് Na+ and K+ അയോൺസ് ഇൻ അവർ ബോഡി. അതായത് Na+ഉം K+ അയോൺസും നമ്മുടെ ബോഡിയിൽ എന്താണ് റോൾ എന്നുള്ളതാണ്. ഇപ്പോൾ Na+ അയോൺ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് സിഗ്നൽസ്. നമുക്കറിയാം ഡിഫറെൻറ്റ് സിഗ്നൽസ് നമ്മുടെ ബോഡിയിൽ നെർവ് സിഗ്നൽസ് ആവശ്യമാണ്. ഇതിൻ്റെ ട്രാൻസ്മിഷന് സഹായിക്കുന്നത് Na+ അയോൺ ആണ്. അതേപോലെ തന്നെ ഇൻ റെഗുലേറ്റിംഗ് ദ ഫ്ലോ ഓഫ് വാട്ടർ അക്രോസ് ദ സെൽ മെംബ്രെയിൻ. നമുക്കറിയാം ഓരോ സെല്ലിലും വാട്ടറിൻ്റെ ഫ്ലോ റെഗുലേറ്റ് സഹായിക്കുന്നത് Na+ ആണ്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ഷുഗേഴ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. അതേപോലെ ട്രാൻസ്പോർട്ട് ഓഫ് അമിനോ ആസിഡിൻ്റെയും ഷുഗറിൻ്റെയും ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നതും Na+ അയോൺ ആണ്. അതേപോലെ K+ നോക്കിക്കഴിഞ്ഞാൽ K+ അയോൺസ് ആക്ടിവേറ്റ് മെനി എൻസൈംസ്
പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ATP, അതായത് ഗ്ലൂക്കോസിനെ ATP ആയി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് സിഗ്നൽസ് അലോങ് വിത്ത് സോഡിയം അയോൺ, അതായത് സോഡിയം അയോൺസിനോടൊപ്പം തന്നെ K+ അയോണും നെർവ് സിഗ്നൽസിൻ്റെ ട്രാൻസ്മിഷന് സഹായിക്കുന്നു. ഗിവ് ദ നെയിം ഓഫ് ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ. ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതാണെന്നുള്ളതാണ്. നമുക്കറിയാം ദ ഗ്രീൻ പിഗ്മെൻറ്റിന് കാരണമാകുന്നത് ആണ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? മെഗ്നീഷ്യം ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ? മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്താണ്, എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻറ്റാസിഡ്, അതായത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണിത് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻറ്റാസിഡ് ടാബ്ലറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ ഉപയോഗിക്കുന്നത്. അത് ആൻറ്റാസിഡ് ടാബ്ലറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ബേക്കിംഗ് സോഡ? ബേക്കിംഗ് സോഡ എന്താണ്? ഗിവ് ഇറ്റ്സ് യൂസസ്. നമുക്കറിയാം സോഡിയം ബൈകാർബണേറ്റിനെ നമ്മൾ എന്താണ് അപ്പക്കാരം അതല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നാണ് വിളിക്കുക. NaHCO3 ആണ്. ദറ്റ് ഈസ് കോൾഡ് ബേക്കിംഗ് സോഡ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നു.